ഗായ്സ് ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് അപ്പോൾ ഇപ്പോൾ സമയം വന്നിട്ട് 6:35 കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത്രയും നേരത്തെ ഒന്നും നീക്കലില്ല. പക്ഷേ ഇന്ന് നമുക്ക് നീക്കേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം ഇന്ന് നമുക്ക് ഓഫീസിൽ മീറ്റിംഗ് ഉണ്ട്. മന്ത് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് മീറ്റിങ്സും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാട്ടോ ഞാൻ ഇത്രയും നേരത്തെ നീച്ചത്. നമുക്ക് രാവിലെ തന്നെ പോകണം. അപ്പോൾ ഇതാ രാവിലെ ഞാൻ നീച്ചപ്പം നമ്മളെ മുറ്റമൊക്കെ ഇച്ചിരി വെള്ളമായി കിടക്കുന്നുണ്ട്. കാരണം ഇന്നലെ നല്ല മഴ പെയ്തെന്ന് തോന്നുന്നു. പിന്നെ ഇനിയിപ്പോൾ അധികം നേരമില്ല. കാരണം 7 മണിയാകുമ്പോഴത്തേക്ക് എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം ഗൈസ്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നല്ലൊരു കട്ടൻ ചായ കുടിച്ചു. കട്ടൻ ചായ വിത്തൗട്ട് ഷുഗറാണ്. ആലോചിക്കണം, നമ്മൾ ഡയറ്റൊക്കെ തുടങ്ങിയെന്നൊക്കെ പറയപ്പെടുന്നു. ബട്ട് സ്റ്റിൽ ഓക്കെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഷുഗറൊക്കെ ഒഴിവാക്കിയിരിക്കുകയാണ് ഗൈസ്. ആൻഡ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മാറ്റുകയാണ് കേട്ടോ. മാറ്റി നമ്മൾ ഇതാ പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് മെയ് 1 ലേബർ ഡേ ആണ്. അതായത് ഇൻ്റർനാഷണൽ വർക്കേഴ്സ് ഡേ ആണ് ഇന്ന്. അപ്പോൾ ഇന്ന് എന്താണ് നിങ്ങളുടെയൊക്കെ അവസ്ഥ? നിങ്ങൾക്കൊക്കെ പണിയുണ്ടോ, ലീവാണോ, എന്താ കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഇന്നാണ് നമുക്ക് ഓഫീസിൽ മീറ്റിംഗ് ഉണ്ട്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മന്ത് സ്റ്റാർട്ടിംഗ് ഒക്കെ അതിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് മീറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഓഫീസ് നല്ല മീറ്റിംഗ് വന്നിട്ട് നമ്മൾ വേറെ ഒരു സ്പോട്ടിലേക്കാണ് പോണത്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് നമ്മുടെ മീറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോർമലി ഓഫീസ് ടൈമിംഗ് എന്ന് പറയുന്നത് 9:30 ആണ്. പക്ഷേ ഇന്ന് മീറ്റിംഗ് ഉള്ളതുകൊണ്ട് നമ്മൾ 8:30 തന്നെ അവിടെ എത്തണം. സോ നമ്മുടെ സ്പോട്ടിലെത്തണം. ഓക്കെ. അപ്പോൾ അതാ രാവിലെ തന്നെ ഞാൻ ഇച്ചിരി ഓട്സ് ആണ് കേട്ടോ കുടിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ വെയിറ്റ് ലോസിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഇതൊക്കെ തുടങ്ങിയത്. എനിക്ക് അറിഞ്ഞൂടെ എത്ര കാലം ഇതൊക്കെ ഞാൻ നീണ്ടു കൊണ്ടുപോകുന്നുള്ളത് അറിയില്ല. ബട്ട് സ്റ്റിൽ അപ്പോൾ എന്തായാലും ഓക്കെ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങുകയാണ്. ആസ് യൂഷ്വൽ അച്ഛൻ്റെ കൂടെ ഞാൻ നേരെ ബസ് സ്റ്റോപ്പ് വരെ പോവാം. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് ബസ് കയറണം. സോ അഥവാ ഇത്ര നേരത്തെ ഞാൻ ഈ ഓഫീസിലൊന്നും പോയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ടൈമിൽ ബസ് ഉണ്ടോ എന്താ അവസ്ഥ എന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ. പിന്നെ അത് കൂടാണ്ട് നമുക്ക് കറക്റ്റ് 8:30 നമ്മുടെ മീറ്റിംഗ് സ്പോട്ടിലെത്തണം. അത് വന്നിട്ട് ഹഗ്ഗേ മഗ്ഗിലാണ്, കോഴിക്കോട്. അപ്പോൾ അങ്ങനെ എനിക്ക് ബസ്സൊക്കെ കിട്ടി. ഞാൻ നേരെ അങ്ങോട്ടേക്ക് പോവുകയാണ്. പിന്നെ ഇന്ന് രാവിലെ തന്നെ ആയതുകൊണ്ട് ബസ്സിൽ കാര്യമായിട്ട് ആൾക്കാരൊന്നും ഇല്ലേനു. അപ്പോൾ അതുകൊണ്ട് സീറ്റൊക്കെ കിട്ടീനു കേട്ടോ. പിന്നെ സീറ്റ് കിട്ടാണ്ട് നമുക്ക് അത്ര ദൂരം പോകാനും പറ്റില്ല. കാരണം അത്രയും നേരം നിൽക്കണം. എനിക്ക് അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബസ് കയറിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇനി ഞാൻ നേരെ ഇറങ്ങാൻ പോകുന്നത് നമ്മുടെ മാനാഞ്ചിറയിലാട്ടോ. അപ്പോൾ മാനാഞ്ചിറ ഇറങ്ങി അവിടെ നിന്ന് നേരെ ഒരു ഓട്ടോയും വിളിച്ചിട്ട് ഞാൻ പോവാണ്. അപ്പോൾ മാനാഞ്ചിറയിൽ നിന്ന് നേരെ നമ്മളെ സ്പോട്ടിലേക്ക് ഏകദേശം ഒരു 30 രൂപേൻ്റെ ഓട്ടോ ആണ് കേട്ടോ ഉള്ളത്. അതായത് ഹഗ്ഗേ മഗ്ഗിക്ക്. ഓക്കെ. അത് കോഴിക്കോടാണ്. അതായത് ഹഗ്ഗേ മഗ് എന്ന് പറയുമ്പോൾ അത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു കാഷ്വൽ ആയിട്ടുള്ളൊരു കഫേയാണ് കേട്ടോ. അപ്പം അങ്ങോട്ടേക്കാണ് പോണത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം 2 സ്ഥലത്തുണ്ട് ഈ പറയണ ഹഗ്ഗേ മഗ്. അതായത് ഹൈലൈറ്റ് മാളിലും ഉണ്ട്, പിന്നെ വരുന്നത് കാലിക്കറ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഹഗ്ഗേ മഗ് കാലിക്കറ്റിക്കാണ് പോയത് കേട്ടോ. ഓക്കെ. അപ്പം അങ്ങനെ നമ്മളിതാ ഇവിടെ എത്തി, സ്പോട്ടിലെത്തി. അപ്പോൾ ഞാൻ എത്തിയപ്പം തന്നെ ഇവിടെ കാര്യമായിട്ട് ആൾക്കാരൊന്നും വന്നിട്ടില്ലൊരു. ഞാൻ കറക്റ്റ് ഒരു 8:20 ആയപ്പോഴാണ് കയറിയത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ വന്നപ്പോൾ തന്നെ ഇവിടെ നമ്മുടെ ടീമിലുള്ള ഒരാൾ മാത്രമേ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. സോ ബാക്കിയുള്ള ആൾക്കാരൊക്കെ 8:30 ആകുമ്പോഴത്തേക്കും ആ ഒരു കറക്റ്റ് ടൈം ആകുമ്പോഴത്തേക്കും എത്താനുള്ള പണിയിലാണ്. അപ്പോൾ ആ ടൈം ആകുമ്പോഴത്തേക്ക് രേവതി വന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഓരോരുത്തരായിട്ട് വന്നുപോയി. എല്ലാവരും വന്നു, എല്ലാവരും സെറ്റായി. നമ്മൾ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങി. ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ളൊരു ദിവസമാണ്, ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു മോർണിംഗ് ആണ്. അപ്പോൾ ഭയങ്കര പോസിറ്റീവ് എനർജിയോട് കൂടിയൊക്കെ നമ്മൾ നമ്മുടെ ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അങ്ങനെ എല്ലാവരും നല്ല അടിപൊളിയായിട്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഈ ഒരു മന്തിലെ കാര്യങ്ങളും നമുക്ക് ഇനി എന്തൊക്കെ അച്ചീവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടിരിക്കുകയാണ്. പിന്നെ അത് കൂടാണ്ട് ഇപ്പം നമുക്കിപ്പം നോർമലി നമ്മൾ മീറ്റിങ്ങിൽ ഇങ്ങനെ ഇൻഡിവിജ്വലി ഉള്ള നമ്മുടെ ഒരു വിഷനോ മിഷനോ ഈ കാര്യങ്ങളൊന്നും പറയലുണ്ട് ഇല്ലേനു. പക്ഷേ ഇന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഒരു ഓവറോൾ ഇതുവരെയുള്ള നമ്മുടെ ജേർണി എങ്ങനെയാണ്, ആൻഡ് ഇനി നമുക്ക് ഫ്യൂച്ചറിൽ എന്തൊക്കെ അച്ചീവ് ചെയ്യാനുണ്ട്, നമ്മുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആൻഡ് ഈ ഒരു കമ്പനീൻ്റെ ആയതിനു ശേഷം നമ്മുടെ എന്തൊക്കെ കാര്യങ്ങളിൽ മാറ്റങ്ങൾ വന്നു, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ഷെയർ ചെയ്തു. അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ലൈക്ക് കറക്റ്റ് 8:30 നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. സോ 8:30 ടു നമുക്ക് ഓൾമോസ്റ്റ് ഒരു 11 വരെ ഇവിടെ തന്നെ ആയിരുന്നു കേട്ടോ നമ്മൾ. പിന്നെ അതിന് ശേഷം കാപ്പി വന്നു, ഫുഡ് വന്നു, കട്ടൻ കാപ്പി വന്നു എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും വന്നു. ആൻഡ് അപ്പം നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നല്ല അടിപൊളിയായിരുന്നു. ലൈക്ക് ഈ കണ്ട എല്ലാ സാധനങ്ങളും കഴിച്ചു. അപ്പോൾ പിന്നെ ഒന്നും പറയാനില്ല. പിന്നെ മീറ്റിംഗ് കഴിഞ്ഞതിൻ്റെ ആ ഒരു കേസിൽ തന്നെ നമുക്ക് ഒത്തിരി ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നമ്മൾ കഴിച്ച് നല്ല അടിച്ച് മിന്നിച്ച് നല്ല ഉഷാറായിട്ട് എല്ലാവരും ഇരിക്കുകയാണ് ഗൈസ്. സോ അങ്ങനെ ഫുഡിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് വന്നത്. അതായത് ഇച്ചിരി ഒരു ഹാഫ് ഗ്ലാസ് ഓട്സ് കഴിച്ചിട്ടാണ് വന്നത്. ബട്ട് സ്റ്റിൽ ഇവിടെ വന്നിട്ട് നമ്മൾ കുറച്ചും കൂടെ ഇതൊക്കെ കഴിച്ചു. പിന്നെ അത് കൂടാണ്ട് ഇവിടെ ഹഗ്ഗേ മഗ്ഗിൽ കുറേ സെറ്റ് ഓഫ് ബുക്സ് ഇവിടെ ഹാഫ് പ്രൈസിന് വിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കണ്ടു കേട്ടോ. ഇവിടെ ഒരുപാട് ബുക്കുകളുണ്ട്. അതായത് നല്ല ഒരുപാട് കൈൻഡ് ഓഫ് ബുക്കുകളുണ്ട്.
അപ്പം ഈ ഒരു സ്പോട്ട് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഏരിയ ആണ്. കാരണം ആൾക്കാർക്ക് ഇരുന്ന് ബുക്ക് വായിക്കാനും അതിന് ഇതിനൊക്കെ ആയിട്ട് നല്ലൊരു എന്താ ഭയങ്കര കാം ആൻഡ് കൂളായിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ വന്നിട്ട്. സോ അങ്ങനെ നമ്മളിവിടെ കുറച്ച് നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ നേരെ ഇനി ഓഫീസിലോട്ട് പോവുകയാണ്. ഇന്ന് മെയ് ഡേ ആണ്. സോ ഫസ്റ്റ് സ്റ്റാർട്ടിങ് തന്നെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ ഓഫീസിലേക്ക് പോവുകയാണ് കേട്ടോ. ബിക്കോസ് ഇന്ന് നമുക്ക് വർക്ക് ഉണ്ട്, ഈവനിങ് വരെ പണിയുണ്ട്. സോ ടിൽ 5:30 വരെ ഇന്ന് നമ്മൾ നേരെ ഇനി ഓഫീസിലോട്ട് പോവാണ്. എനിക്ക് സ്വതവേ വർക്ക് ഫ്രം ഹോമാണ്. ഞാൻ അങ്ങനെ എപ്പോഴും ഓഫീസിലോട്ട് പോകാറില്ല. വീക്ക്ലി ഏതെങ്കിലും വൺസ് ഓർ ട്വൈസ് മാത്രമേ പോകാറുള്ളൂ. ബാക്കി ടൈം എനിക്ക് വർക്ക് ഫ്രം ഹോമാണ് കേട്ടോ. കാരണം എനിക്ക് ഒത്തിരി ഡിസ്റ്റൻസ് ഉണ്ട്, അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ വർക്ക് ഫ്രം ഹോം ചെയ്യുന്നത്. സോ അപ്പോൾ നമുക്കിപ്പോൾ ഇതുപോലുള്ള എന്തെങ്കിലും മീറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വരും. അതല്ലെങ്കിൽ നമ്മൾ വീക്ക്ലി ആണെങ്കിലും നമ്മൾ ഓഫീസിലേക്ക് ഇടയ്ക്ക് പോകേണ്ടതായിട്ട് വരും കേട്ടോ. സോ അങ്ങനെ ഈ കേസ് വരുന്നുള്ളൂ. അപ്പം പിന്നെ ഞങ്ങൾ നേരെ ഓഫീസിലേക്ക്, അതായത് ഇവിടെ ഹഗ്ഗേ മഗ്ഗെന്ന് നേരെ നമ്മുടെ ഓഫീസിലേക്ക് പോവാണ്. ഞാനൊരു രേവതിയും കൂടിയാണ് പോണത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഓഫീസിലെത്തി. പണി തുടങ്ങാനായി. സോ നമ്മുടെ ലാപ്ടോപ്പൊക്കെ ഓണാക്കി. ഇനി ഇഷ്ടംമാതിരി പണിയുണ്ട് നമുക്ക്. സോ അതൊക്കെ കഴിഞ്ഞ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഏകദേശം ഒരു സമയം ഒരു 11:30 ആ ഒരു റേഞ്ചൊക്കെ ആയിട്ടുണ്ട്. പിന്നെ അത് ടൈം ആയപ്പോഴത്തേക്കും നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടോ. കാരണം ഫുഡ് കഴിക്കാനായിട്ട് കാര്യമായിട്ടൊന്നും വേണ്ടില്ലേനു. സ്വതവേ പറഞ്ഞാൽ നമുക്ക് 12:45 ഞങ്ങൾ സാധാരണ ലഞ്ച് കഴിക്കാനായിട്ട് ഇറങ്ങാറ് കേട്ടോ, ഞാൻ ഓഫീസിലുള്ള ടൈമിൽ. അപ്പോൾ ഇപ്രാവശ്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചുകൊണ്ടാണോ എന്നറിയില്ല, അവിടെ നിന്ന് നല്ല ഹെവി ആയിട്ട് എന്തെല്ലോ കഴിച്ചു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു വിശപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലേനു കേട്ടോ. ബട്ട് സ്റ്റിൽ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ലഞ്ച് ടൈമിൽ നമ്മൾ ജസ്റ്റ് താഴെ പോയി ലെറ്റ്സ് ചായയിൽ പോയിട്ട് കുറച്ച് ഇതുപോലെയുള്ള അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ഇരുന്ന് കഴിച്ചു. പിന്നെ ഇതിൽ കഴിക്കുന്നതിൻ്റെ ഉപരി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലഞ്ച് ടൈം മെയിനായിട്ട് കുറേ ഇരുന്ന് വർത്തമാനം പറയാനാണ് ഞങ്ങൾ ടൈം ഉപയോഗിക്കുക കേട്ടോ. ലൈക്ക് ഇന്ന് വന്നിട്ട് വിവേക് പിന്നെ ആദിലും അതുകൂടാണ്ട് രേവതിയും കൂടി അതിനും ഉണ്ടായിന്. അപ്പോൾ ഞങ്ങൾ മൂന്നാളിരുന്ന് കുറേ വർത്താനൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു. പ്രവീൺ ഇല്ല കേട്ടോ. അപ്പം പ്രവീൺ ഒഴിച്ചിട്ട് നമ്മൾ ബാക്കി എല്ലാവരുമാണ് ഉണ്ടായത്. പിന്നെ അങ്ങനെ കറക്റ്റ് 5:30 ആയപ്പം നമ്മൾ നേരെ ലാപ്ടോപ്പൊക്കെ ഓഫ് ചെയ്തു. നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം ഇന്ന ദിവസം നോർമലി ഞാൻ രേവതീൻ്റെ കൂടിയാണ് പോക്ക്. കാരണം രേവതി വീട് വന്നിട്ട് കല്ലായി. അപ്പോൾ ആ വഴിക്ക് പോകുന്ന വഴിക്ക് ഞാൻ ജസ്റ്റ് മാനേജർ ഇറങ്ങിയിട്ട് ഞാൻ എൻ്റെ കട്ട്ലണ്ടി ബസ് കയറി പോകല കേട്ടോ. അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മുടെ നാട്ടിലെത്തിയപ്പോൾ ഞാൻ നേരെ കയറിയത് അമ്മേൻ്റെ ഷോപ്പിലേക്കാണ്. വീട്ടിലേക്കല്ല, നേരെ നമ്മൾ ഷോപ്പിൽ ഇറങ്ങി. അപ്പോൾ ഇവിടെയാണെങ്കിൽ കുറേ പുതിയ സ്റ്റോക്സ് വന്നിട്ടുണ്ട്. അപ്പം ആ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണാമെന്ന് വെച്ചിട്ട് ഇവിടെ ഞാൻ ഇറങ്ങി കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പിന്നെ നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അച്ഛൻ്റെ കൂടെ നേരെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ വീട്ടിലെത്തി നല്ലോണം ഒന്ന് ഫ്രഷായി. ഇപ്പോൾ സമയം ഏകദേശം 9 മണിയായിട്ടോ. അപ്പോൾ അമ്മ നല്ല അടിപൊളിയായിട്ടുള്ള ജ്യൂസ് ഉണ്ടാക്കി വെച്ചിന്. മാംഗോ ആണ് കേട്ടോ അത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ വെയിറ്റ് ലോസൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഫുഡൊക്കെ ഷുഗറൊക്കെ കൺട്രോൾ ചെയ്യണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇത് ഞാൻ കഴിച്ചു പോയി ഗൈസ്, എന്ത് ചെയ്യാനാണ്. അപ്പോൾ അങ്ങനെ അത് കഴിച്ചു. ഞാൻ നല്ല ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ നല്ലൊരു മാംഗോ ജ്യൂസ് കഴിച്ചു. അത് നല്ല അടിപൊളിയായിരുന്നു സംഭവം. നല്ല പാലൊക്കെ കഴിച്ച് നല്ല അടിപൊളിയാക്കി ഉണ്ടാക്കി വെച്ചിന് അമ്മ. ആൻഡ് അങ്ങനെ അതൊക്കെ കഴിച്ച് ഇന്നത്തെ എൻ്റെ ദിവസം കഴിഞ്ഞു ഗൈസ്. എന്തായിരുന്നു നിങ്ങളുടെ ഇന്നത്തെ ദിവസം എന്ന് പറയാം. മെയ് ഡേ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു അധികം ആൾക്കാർക്ക് ഇന്ന് ലീവായിരിക്കും എന്നുള്ളത്. സോ എന്തായിരുന്നു ഇന്നത്തെ നിങ്ങളുടെ വിശേഷം എന്ന് കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. താങ്ക് യു സോ മച്ച്.